നമസ്കാരം. JCF അസോസിയേഷൻ അവതരിപ്പിക്കുന്ന പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ലോകത്തിന്റെ ഏത് കോണിലേക്കും പണം അയക്കാനും അവിടെ നിന്ന് സ്വീകരിക്കാനും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് പേപാലിനെയാണ്, അല്ലേ? പക്ഷേ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങാൻ പലർക്കും ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ലളിതമായി ഒരു പേപാൽ അക്കൗണ്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പേപാൽ അക്കൗണ്ട് തുടങ്ങുന്നത് തികച്ചും സൗജന്യവും എളുപ്പവുമാണ്. സത്യം പറഞ്ഞാൽ ടെക്നിക്കൽ കാര്യങ്ങൾ വലിയ വശമില്ലാത്തവർക്ക് പോലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ₹1 പോലും ചിലവില്ലാതെ സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പ്രക്രിയ. അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. അപ്പം നമ്മുടെ ഇന്നത്തെ അജണ്ട ഇതാണ്: 1. പേപാൽ പരിചയപ്പെടാം. 2. ആദ്യഘട്ട സജ്ജീകരണങ്ങൾ. 3. വെരിഫിക്കേഷനും ബാങ്ക് ലിങ്കിങ്ങും. 4. ഉപയോഗിക്കാൻ തയ്യാർ. ആകെ 8 ചെറിയ പടികളിലൂടെ നമ്മൾ ഈ സെറ്റപ്പ് എങ്ങനെ പൂർത്തിയാക്കാമെന്ന് വളരെ വേഗത്തിൽ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗം പേപാൽ പരിചയപ്പെടാം. നോക്കൂ, തുടക്കം വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊന്നുകിൽ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ബ്രൗസർ വഴി നേരിട്ട് പേപാൽ വെബ്സൈറ്റ് സന്ദർശിക്കാം. അല്ലെങ്കിൽ അതിലും എളുപ്പത്തിൽ സ്മാർട്ട് ഫോണിൽ പേപാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എപ്പോഴും യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പണം വരുമ്പോഴും പോകുമ്പോഴും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആപ്പ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ എൻട്രി പോയിന്റ് ഒരുക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം ആദ്യഘട്ട സജ്ജീകരണങ്ങൾ. അക്കൗണ്ടിന്റെ തറക്കല്ലിടുന്നത് ഇവിടെയാണ്. നമ്മുടെ യാത്രയിലെ ആദ്യത്തെ 4 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. വെബ്സൈറ്റോ ആപ്പോ എടുത്ത ശേഷം അവിടെ കാണുന്ന സൈനപ്പ് എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട അക്കൗണ്ട് തരം തിരഞ്ഞെടുത്ത് അടിസ്ഥാന വിവരങ്ങൾ നൽകുക. നോക്കൂ, വളരെ കൃത്യവും യുക്തിസഹവുമാണ് ഈ പടികൾ കൊടുത്തിരിക്കുന്നത്. ആർക്കും ഒരു കൺഫ്യൂഷനും വരില്ല. ഇതിൽ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പേഴ്സണൽ അക്കൗണ്ട് വേണം അതോ ബിസിനസ് അക്കൗണ്ട് വേണമെന്നുള്ളത് ഇവിടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ സാധാരണ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും പേഴ്സണൽ അക്കൗണ്ട് മതിയാവും. പക്ഷേ ഒരു ബിസിനസ് ആവശ്യത്തിനായി വലിയ തുകകൾ സ്വീകരിക്കാനും അയക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബിസിനസ് അക്കൗണ്ട് തന്നെ എടുക്കണം കേട്ടോ. നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് വേണം ഇത് തിരഞ്ഞെടുക്കാൻ. അക്കൗണ്ട് തരം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ബേസിക് വിവരങ്ങൾ കൊടുക്കണം. പ്രധാനമായും 3 കാര്യങ്ങൾ: നിങ്ങളുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, പിന്നെ സ്ട്രോങ് ആയൊരു പാസ്വേഡ്. ഇവിടെ ഒരു ചെറിയ ടിപ്പ് തരാം. എപ്പോഴും നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇമെയിലും ഫോൺ നമ്പറും മാത്രം കൊടുക്കുക. കാരണം അടുത്തു തന്നെ ഇതൊന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. ഒരു പുതിയ വീട്ടിലേക്കുള്ള താക്കോല് പോലെയാണ് ഈ 3 കാര്യങ്ങളും. ഇനി മൂന്നാമത്തെ ഭാഗം വെരിഫിക്കേഷനും ബാങ്ക് ലിങ്കിങ്ങും. അക്കൗണ്ട് ശരിക്കും സുരക്ഷിതമാക്കുന്നത് ഇവിടെയാണ്. നോക്കൂ, ഈ അവസാനത്തെ 4 പടികളാണ് നിങ്ങളുടെ അക്കൗണ്ടിനെ ശരിക്കും ആക്റ്റീവാക്കുന്നത്. നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു കോഡ് വരും. അതുവെച്ച് ആദ്യം വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. പിന്നെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ചേർത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ ATM കാർഡോ സുരക്ഷിതമായി ഇതിലേക്ക് ലിങ്ക് ചെയ്യുക. ഏറ്റവും ഒടുവിൽ ഇമെയിൽ കൂടി സ്ഥിരീകരിക്കുന്നതോടെ സംഭവം സെറ്റ്. നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്തെ സാമ്പത്തിക ഇടപാടുകൾ യഥാർത്ഥ ബാങ്കിംഗ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ്. വ്യക്തിഗത വിവരങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പൂർണ്ണമായ പേര്, മേൽവിലാസം, ജനനതീയതി എന്നിവ ഒരു അക്ഷരപ്പിശക് പോലുമില്ലാതെ നൽകണം. ഇത് പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നിയമപരമായ സുരക്ഷയ്ക്ക് ഈ വിവരങ്ങൾ വളരെ നിർണായകമാണ്. ചുമ്മാ എന്തെങ്കിലും കൊടുത്താൽ പിന്നീട് അക്കൗണ്ട് ലോക്കായി പോകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒറിജിനൽ രേഖകളിലുള്ള അതേ വിവരങ്ങൾ തന്നെ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി അവസാനത്തെ ഭാഗം ഉപയോഗിക്കാൻ തയ്യാർ. ഈ 8 പടികളും വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ റെഡിയാണ്. ആലോചിച്ച് നോക്കൂ, സാങ്കേതികമായ എല്ലാ കടമ്പകളും നമ്മൾ കടന്നു കഴിഞ്ഞു. അപ്പോൾ വളരെ ആവേശകരമായൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ പുതിയ അക്കൗണ്ടിൽ നിന്ന് ആദ്യത്തെ പേയ്മെന്റ് നിങ്ങൾ ആർക്കാണ് അയക്കാൻ പോകുന്നത്? ലോകത്തിന്റെ ഏത് കോണിലേക്കും സുരക്ഷിതമായി പണം അയക്കാനും സ്വീകരിക്കാനും ഇനി നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും. ഈ എക്സ്പ്ലെയിനറിലൂടെ പേപാൽ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു എക്സ്പ്ലെയിനറുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.